മാലിന്യ നിർമ്മാർജ്ജനം കർശനമാക്കാൻ പൊതുജനാരോഗ്യ നിയമം പ്രയോഗിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനം. മാലിന്യം തള്ളുകയോ രോഗപ്പകർച്ചയ്ക്കിടയാകുന്ന സാഹചര്യം സൃഷ്ടിക്കുകയോ ചെയ്താൽ വൻ തുക പിഴ ഈടാക്കാനും സ്ഥാപനങ്ങൾ അടച്ചിടാനും അധികാരം നൽകുന്നതാണ് പൊതുജനാരോഗ്യ നിയമം. നിയമ നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകി സർക്കാർ ഉത്തരവ് ഇറക്കി. ജാഗ്രത. 2023 കർശന വ്യവസ്ഥകളോടെ പൊതുജനാരോഗ്യ നിയമം നിയമസഭ പാസാക്കിയത്. ഇതിൽ മാലിന്യ സംസ്കരണം കൃത്യതയോടെ അല്ലെങ്കിലോ പകർച്ചവ്യാധി ഭീഷണിയുണ്ടാകുന്ന സാഹചര്യമുണ്ടെങ്കിലോ സ്വീകരിക്കേണ്ട നിയമ നടപടികളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മെഡിക്കൽ ഓഫീസർമാരുടെ കീഴിലുള്ള ഈ സംവിധാനത്തിൽ വൻ തുക പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥയുണ്ട്. പൊതുസ്ഥലത്ത് വ്യക്തികൾ മാലിന്യം നിക്ഷേപിച്ചാൽ 2000 രൂപ വരെ പിഴ ഈടാക്കാം. മാലിന്യം നിക്ഷേപിക്കുന്നത് ഒരു സ്ഥാപനമാണെങ്കിൽ പിഴ ഈടാക്കുന്നതിനൊപ്പം തന്നെ സ്ഥാപനം അടച്ചിടാനും ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട്. മാലിന്യം കുമിഞ്ഞുകൂടി പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ കൂടുതൽ നിയമ നടപടി സ്വീകരിക്കാനും വ്യവസ്ഥയുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്ന ഓരോ പ്രാദേശികാരോഗ്യ സ്ഥാപനങ്ങളിലെയും മെഡിക്കൽ ഓഫീസർ ഇനി പബ്ലിക് ഹെൽത്ത് ഓഫീസർമാരാണ്. ഏതെങ്കിലും സ്ഥലത്ത് പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഇല്ലാത്ത സാഹചര്യത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റാങ്ക് മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തി നിയമ നടപടി സ്വീകരിക്കാനുള്ള അധികാരവും നിയമത്തിലുണ്ട്. നിയമ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയുള്ള ഉത്തരവ് 10 ജില്ലകളിൽ ഇറങ്ങി. മാലിന്യ നിർമ്മാർജ്ജനത്തിനും പകർച്ചവ്യാധി പ്രതിരോധത്തിനും ഇത്രയും കർശനമായ ഒരു നിയമം നിയമസഭ പാസാക്കിയിട്ട് വർഷം 1 കഴിഞ്ഞെങ്കിലും ആമയഴിഞ്ചാൻ തോട്ടിലെ മലിനവെള്ളത്തിൽ വീണ് ജോയ് എന്ന മനുഷ്യന്റെ മരണം സംഭവിക്കും വരെ ഈ നിയമം ഒന്ന് ഉപയോഗിക്കാൻ സംസ്ഥാനം തയ്യാറായിരുന്നില്ല. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഒരു ആയുധം ഇരിക്കുക, എന്നിട്ട് ആയുധം എടുത്ത് പ്രയോഗിക്കത്തില്ല. അതാണ് ഈ പൊതുജനാരോഗ്യ നിയമം. അതെടുത്ത് പ്രയോഗിച്ചാൽ തന്നെ ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത ആൾക്കാരെ പിടിച്ചുകൂടി കൊണ്ടുവിടാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം, ഇത് പ്രയോഗിക്കേണ്ട ആൾ തന്നെ രാവിലെ സ്കൂട്ടറിൽ ഇത് പൊതിഞ്ഞുകൊണ്ട് പോയ അവസ്ഥ എന്തായിരിക്കും? അതാണ് പലയിടങ്ങളിലും നമ്മൾ കണ്ടത്, അല്ലേ? ചില പഞ്ചായത്തിലെ ചില അംഗങ്ങൾ, പഞ്ചായത്ത് വാർഡ് മെമ്പർ വലിയ ചാക്കിലൊക്കെ കെട്ടി സാധനം കൊണ്ട് വിടുന്നത് CCTV ദൃശ്യങ്ങളിലൊക്കെ പതിഞ്ഞ് ആകെ നാമാവശേഷമായി.